അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനികളെ, ഞാനിങ്ങനെ ഒരു വീഡിയോ ഇറക്കാനുണ്ടായ കാരണം, ഇന്ന് വൈകുന്നേരം ജമാഅത്തെ ഇസ്ലാമിയുടെ സന്തതിയായ മീഡിയ വൺ ഒരു ചാനൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അതിലെ വിഷയം ചുരുക്കി പറയുകയാണ്. ഞാൻ പാണക്കാട് പോയി എന്നുള്ളതാണ്. അതൊരു വലിയ തെറ്റോ എന്തോ ആയിട്ടാണ് ചിത്രീകരിക്കുന്നത്. പാണക്കാട് ഞാൻ ആദ്യമായിട്ട് പോകുന്നതല്ല. ഞാൻ എൻ്റെ ചെറുപ്പം മുതലേ പോകുന്നതാണ്. ഇനിയും മരണം വരെ പോവുകയും ചെയ്യും. അതിനൊരിടവേള ഉണ്ടായിട്ടില്ല. ഞാൻ പൂക്കോയ തങ്ങളെയാണ് പാണക്കാട് തങ്ങളിൽ ആദ്യമായി കാണുന്ന തങ്ങൾ. അദ്ദേഹം വലിയ മനുഷ്യനായിരുന്നു, ഞാൻ ചെറിയ മനുഷ്യനായിരുന്നു. അതുകൊണ്ടുള്ള ബന്ധം അത്രയല്ലേ ഉണ്ടാവുള്ളൂ. വളരെ ബഹുമാനത്തോടുകൂടെ മഹാനവറുകളുടെ ബർക്കത്ത് വാങ്ങാൻ പലപ്പോഴും പോയിട്ടുണ്ട്. ഞാൻ പട്ടിക്കാട് പഠിക്കുന്നന്ന് അദ്ദേഹം മഹാനവറുകൾ അതിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ പിടിച്ച് മുത്താനും അദ്ദേഹത്തോട് ബർക്കത്ത് വാങ്ങാനും ഒക്കെ പലപ്പോഴും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം മേരിക്കുന്ന് ഹോസ്പിറ്റലിലായിരുന്നു അവസാനം ആ വേദന, ആ സമയത്ത്, ആ അസുഖകാലത്ത്. അപ്പോഴും ഞാൻ അവിടെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു ബന്ധം ആ നിലക്ക് ഉണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മഹാനവറുകളുമായിട്ട് ഞാൻ വളരെ അടുത്ത, എന്നെ മുക്കമ്മി എന്നാണ് വിളിക്കുക. മുക്കമ്മി സംഘടനാപരമായിട്ടൊക്കെ ആ കാലത്ത് ഒരു പ്രവർത്തന വേദികളുണ്ടായത് കൊണ്ട് തങ്ങളുമായിട്ട് വളരെ അടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഞാൻ വീടുണ്ടാക്കിയത്, അത് ഓപ്പൺ ചെയ്തത് ബഹുമാനപ്പെട്ട തങ്ങളാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അന്ന് എനിക്കൊരു ബർക്കത്തിന് തന്നത് ഇന്നും എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ അത്ര സൂക്ഷിക്കുന്നതാണ് എൻ്റെ ബർക്കത്ത്. ഞാനത് വിശ്വസിക്കുന്നവനുമാണ്. എൻ്റെ ഒരു മകളെ നിക്കാഹ് ചെയ്തത് ബഹുമാനപ്പെട്ട ഹൈദർ അലി ശിഹാബ് തങ്ങളാണ്. അടുത്ത വേറൊരു മകളെ നിക്കാഹ് ചെയ്തത് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ്. അതൊക്കെ പറയുമ്പം അവരുമായുള്ള ബന്ധവും എൻ്റെ മനസ്സിൽ അവരുള്ള ആദരവും ബഹുമാനങ്ങളും മനസ്സിലാക്കാമല്ലോ. അതുകൊണ്ട് തന്നെ ഇന്നലെ ഞാൻ പോയി എന്ന് പറയുന്നത് എന്തോ ഒരു മല പൊട്ടിയതുപോലെയുള്ള ഒരു വിഷയമാക്കേണ്ട ആവശ്യമില്ല. ഹൈദർ അലി ശിഹാബ് തങ്ങളുള്ളന്ന് അദ്ദേഹത്തിന് ഞാൻ കാണാൻ പോവാറ്. ഞാനന്ന് മഹല്ല് ഫെഡറേഷൻ്റെ പ്രസിഡൻറ്റ് ഹൈദർ അലി ശിഹാബ് തങ്ങളും അതിൻ്റെ ജനറൽ സെക്രട്ടറി ഞാനുമാണ്. പലപ്പോഴും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോകാറുള്ളത് ഇവിടുന്ന് സുബഹിൻ്റെ ഒരു മണിക്കൂർ മുമ്പ് പോകും. സുബഹി നിസ്കരിക്കാൻ അദ്ദേഹം പങ്കെടുക്കുന്ന പള്ളിയിലെത്തും. അപ്പോൾ അദ്ദേഹം ഉണ്ടായിരിക്കും ഇങ്ങനെ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയായിരിക്കും. നിസ്കാരം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ വീട്ടിലേക്ക് നടന്നു പോരുമ്പോൾ തന്നെ വിഷയങ്ങൾ പറയും. അദ്ദേഹം വീട് പുറത്തുനിന്ന് പൂട്ടിയിട്ടാണ് പള്ളിയിലേക്ക് പോവുക. അദ്ദേഹം കീശയിൽ താക്കോലെടുത്ത് വീട് തുറന്ന് അകത്ത് പോയി എനിക്കും അദ്ദേഹത്തിനുള്ള 2 ഗ്ലാസ് കട്ടൻ ചായയും കൊണ്ടുവന്ന് അതിൻ്റെ പലഹാരവും കൂട്ടിയിട്ട് ഞങ്ങൾ ചായ കുടിക്കാറുള്ളത് പല ദിവസങ്ങളിലും. അങ്ങനെയാണ് ആ സംഘടനയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിച്ചു പോന്നിരുന്നത്. അതിനുശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളുമായിട്ടും പല സംഘടനകളും ഞങ്ങൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. പല സംഘടനകളും ഇപ്പോഴും ഞങ്ങൾ അംഗങ്ങളാണ്, ഭാഗഭാക്കുകളാണ്. പല യോഗങ്ങളിലും സമ്മേളനങ്ങളിലൊക്കെ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കാറുണ്ട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ഈ ഒരു നിലയ്ക്ക് തങ്ങൾമാരെ ഞാൻ എപ്പോഴും കാണാറും പിടിക്കാറും ബന്ധപ്പെടാറും ഒക്കെ ഉണ്ട്. എൻ്റെ പരിപാടികളിലേക്ക് അവരൊക്കെ ഞാൻ ക്ഷണിക്കാറും പങ്കെടുപ്പിക്കാറുണ്ട് കഴിയുന്നതും. ഇതൊരു പുതുമയുള്ള സംഗതിയൊന്നുമല്ല. മീഡിയ വണ്ണിന് എന്തായത് പുതുമയായതെന്ന് എനിക്കറിയില്ല. അതൊരു വിഷയം ഉണ്ടാക്കുകയാണ്. മീഡിയ വണ്ണിൻ്റെ സ്വഭാവമാണത്.
ഇബ്ലീസിൻ്റെ ഏറ്റവും വലിയ അടുത്ത ആൾ മീഡിയ വണ്ണും അതിൻ്റെ ജമാഅത്തെ ഇസ്ലാമിയാണ്. ഞാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ ഒരു വിമർശകനാണ്. ആ വിമർശനം ഒന്നും തന്നെ തുടങ്ങിയതുമല്ല, അതൊരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടിൽ കൂടിയല്ല, മതപരമായി ആദർശപരമായിട്ടുള്ള അഭിപ്രായമാണ്. അതിൻ്റെ ഒരു വിരോധം മീഡിയ വണ്ണിനുണ്ടാകും, അത് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടായിരിക്കണം ഈ കെട്ടുകഥ. ചാനൽ തുടങ്ങുന്നത് തന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ നേതാക്കൾ ഉമർ ഫൈസിയെ താക്കീത് ചെയ്തു. എന്തോ ഉമർ ഫൈസി ചെയ്ത വലിയൊരു ഭാരമായ തെറ്റ്, അതിന് വിമർശിച്ചു എന്നാണ് പറയുന്നത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടുമില്ല, ആരും എന്നെ താക്കീത് ചെയ്തിട്ടുമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുന്നു സമസ്ത താക്കീത് ചെയ്തു, സാദിഖ് അലി തങ്ങളെ രൂക്ഷമായി വിമർശിച്ചതിൻ്റെ പേരിലാണ് താക്കീത് ചെയ്തത് എന്ന്. ഞാൻ സാദിഖ് അലി തങ്ങളെ മാത്രമല്ല, ഒരു തങ്ങളെയും ഞാൻ ഒരു മോശമായ വാക്കോ ഒരു ദോഷമായ പെരുമാറ്റമോ ആരോടും പെരുമാറിയതായിട്ട് ആർക്കും തെളിയിക്കാൻ സാധിക്കില്ല. കാരണം തങ്ങന്മാരെ ബഹുമാനിക്കണം, സാദാത്തുക്കൾ അഹ്ലു ബൈത്താണ്, അവരെ ബഹുമാനിക്കണം എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളാണ്. സമസ്തയുടെ ആദർശവും അതാണ്. ഒരു സമസ്ത പ്രവർത്തകനും ഒരു സയ്യിദിനെയും ആക്ഷേപിക്കാനോ തകർക്കാനോ സാധിക്കില്ല. അതിൽ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ പുത്തൻ പ്രസ്ഥാനക്കാർക്കൊന്നും സാദാത്തില്ല, സയ്യിദില്ല, തങ്ങന്മാർ വർഗയില്ല. അത് നിലനിർത്തുന്നത് സുന്നത്ത് ജമാഅത്തിൻ്റെ ആൾക്കാരാണ്, സുന്നികളാണ്. അവർക്ക് ആദരവുണ്ടെന്നും ബഹുമാനമുണ്ടെന്നൊക്കെ പറയുന്നത്. വഅല ആലി സയ്യിദന മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഈ തങ്ങന്മാരാണ്. നമസ്കാരം അടക്കമുള്ള ചില സ്ഥലത്തൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ സലാത്ത് ചൊല്ലൽ. ആരുടെ മേലിൽ? നബിൻ്റെ മേലിലും വഅല ആലിഹി, നബിൻ്റെ കുടുംബക്കാരുടെ മേലിലും. അത് ഖിയാമം വരെയുണ്ട്. ഖിയാമം വരെയുള്ള കുടുംബക്കാരുടെ മേൽ സലാത്ത് ചൊല്ലിക്കൊള്ളുന്ന നിർബന്ധമാണ്, അല്ല നിസ്കാരം ശരിയാവുള്ളൂ. ഇത് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ് നമ്മൾ. പുത്തൻ പ്രസ്ഥാനക്കാർക്കൊന്നും എന്തില്ല, അങ്ങനൊരു ആലില്ല. ആലില്ല എന്ന് പറയുന്നവരാ കഴിഞ്ഞു പോയിന്. പിന്നെ പോലെ സലാത്ത് ചൊല്ലുണ്ടെങ്കിൽ അത് പണ്ട് കഴിഞ്ഞു പോയാലും മേലുമാണ്, ഇപ്പോഴുള്ളവർക്കല്ല. നമ്മളിപ്പോഴുള്ളവർക്കും ചെയ്യണ്ടേ. ഇതൊക്കെ വ്യത്യാസമുണ്ട്. ഇതൊക്കെ ഞാൻ ഇപ്പം തോന്നെ പറയാൻ കുറേ സമയമാണ്, ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. അപ്പം അങ്ങനെയുള്ള ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വക്രീകരിച്ചു കൊണ്ട് എന്തൊക്കെയോ കെട്ടിപ്പടച്ചുണ്ടാക്കുക എന്നുള്ളത് ജമാഅത്തെ ഇസ്ലാമിൻ്റെ സ്വഭാവമാണ്. അതിങ്ങനെ ഓരോന്ന് മാറ്റി പറയുന്നവരാണല്ലോ. രാവിലെ ഒന്ന് പറഞ്ഞത് വൈകുന്നേരം നിഷേധിക്കുന്നവരാണ്. അവരെ തന്തനെ തന്നെ ഒരു നിശ്ചയിച്ചില്ലേ. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ അബുൽ മൗദൂദിൻ്റെ ദൃഷ്ടാന്തങ്ങൾ മാത്രമാണ്, വേറൊന്നുമില്ല. അബുൽ മൗദൂദി ചിന്തിച്ചതും അദ്ദേഹം ഉണ്ടാക്കി കൂട്ടിയതുമായിരിക്കുന്ന ആദർശങ്ങളും ആശയങ്ങളും മാത്രമാണ് ജമാഅത്തെ ഇസ്ലാമിയിലുള്ളത്. അദ്ദേഹത്തെ ഇപ്പം തള്ളി പറഞ്ഞില്ലേ, പിന്നെ ഉമർ ഫൈസിനെ തള്ളുന്നതിന് ഓൽക്കെന്താ? അദ്ദേഹം ആരുമല്ല, ഞങ്ങളാളല്ല, ഞങ്ങളെ നേതാവല്ല എന്നൊക്കെ പറഞ്ഞവർ തന്തനെ തള്ളിയവരാണ്. അവർ ഉണ്ടാക്കിയ ഒരു കെട്ടുകഥയാണ് ഇതൊക്കെ. എന്നോട് അവർക്ക് വിരോധം ഉണ്ടായത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിൻ്റെ വിമർശകനായത് കൊണ്ടായിരിക്കാം. അതിനെനിക്ക് വിരോധമല്ല. പക്ഷെ ഉള്ളത് പറഞ്ഞാൽ മതി. ഉള്ളതല്ലാത്തത് കെട്ടിച്ചമച്ച് പറയുന്നത് അതൊരു ഭൂഷണമല്ലല്ലോ, അത് പൊളിയല്ലോ. എന്തുകൊണ്ടാണ് നിങ്ങളെന്നെ തെളിയിക്കുക? ഞാൻ സാദിഖ് അലി തങ്ങളുടെ വിരോധിയാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ തെളിയിക്കുന്നത്? എന്തുകൊണ്ടാണ് തെളിയിക്കുക? ഞാൻ സാദിഖ് അലി തങ്ങളെ വിമർശിച്ച ഏതെങ്കിലും ഒരു പ്രശ്നമുണ്ടോ? പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞതിനെ ചാനൽക്കാരും അതുപോലെ അദ്ദേഹത്തിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില സിംഗടികളും അദ്ദേഹത്തിലേക്ക് ചാർത്തിയതല്ലാതെ ഞാൻ അങ്ങനെ ആരെപ്പറ്റി വിമർശിച്ചിട്ടില്ല. ഒരു വാക്കിൻ്റെ ഒക്കെ തെളിയിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ആർക്കും സാധിക്കില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല. പൊതുവായ ചില കാര്യങ്ങൾ ഞാൻ പറയും, അത് അവർക്കൊള്ളാനല്ല, അത് ചെയ്തവർക്കൊള്ളാനാണ്. അത് അങ്ങോട്ടാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞിട്ടൊക്കെ വളച്ചു പിടിക്കുന്നതിന് ഞാൻ ഉത്തരവാദിയല്ല. അങ്ങനെയുള്ള വിഷയങ്ങളാണ് എടുത്തുകൊണ്ടിട്ട് ചാനലുകാർ കളിക്കുന്നത്. ഇതാണ്
എനിക്ക് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളത്, ഞാൻ പാണക്കാട് തങ്ങളെടുത്ത് പോയിട്ടുണ്ട്. ഞാൻ പലപ്പോഴും പോകുന്നത് പോലെ പോയിട്ടുണ്ട്. ഞങ്ങൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്, ഫോണിൽ സംസാരിക്കാറുണ്ട്, യോഗത്തിന് കൂടുമ്പോൾ സംസാരിക്കാറുണ്ട്, വീട്ടിൽ പോയി സംസാരിക്കാറുണ്ട്. പലപ്പോഴും മറ്റുള്ളവരൊക്കെ ചെയ്യുന്നത് പോലെ ഒരു ചെയ്യൽ ഞാനും ചെയ്യാറുണ്ട്. ഇതിൽ കവിഞ്ഞ് പ്രത്യേകിച്ച് നോമ്പിൻ്റെ തലേന്ന് ഞാൻ ആ ബൈക്ക് പോകുമ്പോൾ എനിക്ക് ഒക്കുബോളിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു തിരൂർ. അത് കഴിഞ്ഞ് അങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നി റമദാനൊക്കെ അല്ലേ, പാണക്കാടൊന്ന് പോകാൻ തോന്നി. അങ്ങനെ പോയി. അങ്ങനെ തോന്നി പോകുന്നതിന് വലിയൊരു സംഗതിയാക്കി എന്ത് പറയാനാ. അവിടെ ചെന്ന് ഞങ്ങൾ സംസാരിച്ചു. 1 മണിക്കൂറിലധികം സംസാരിച്ചു എന്നാണ് വാർത്തയിലുള്ളത്. ചൊവ്വാഴ്ചയാണ്, മഗ്‌രിബിന് അടുത്ത നേരമാണ്, മാസം കാണാൻ സാധ്യതയുള്ള ദിവസമാണ്. അതുകൊണ്ടൊക്കെ തന്നെ വലിയ തിരക്കാണ്. ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് പുരുഷന്മാരുമുണ്ട്. ഒരു 10-300ഓളം ആൾക്കാർ അവിടെ ഉണ്ടെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. അവിടെ ഞാനൊരു മണിക്കൂർ ചിലവഴിക്കാൻ തങ്ങൾ അനുവദിച്ചാൽ തന്നെ ഞാൻ ചിലവാക്കുമോ? എനിക്കറിയില്ല തങ്ങളുടെ സ്ഥാനവും ബഹുമാനവും ആൾക്കാരുടെ വിഷമമൊക്കെ. എന്നിട്ട് ഓരോന്ന് കെട്ടിപ്പടിച്ചുണ്ടാക്കുക. ഞങ്ങളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൂടി വന്നാൽ സംസാരിച്ചിട്ടുണ്ട്. അത്യാവശ്യ കാര്യങ്ങളാണ് സംസാരിച്ചതൊക്കെ. അതിപ്പോൾ നിങ്ങളോട് പറയേണ്ടതില്ലല്ലോ. അത് വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ഞാൻ പറഞ്ഞത് സ്വീകരിച്ചു, അദ്ദേഹം എന്നോട് പറഞ്ഞത് ഞാനും സ്വീകരിച്ചു. നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചത്, പൊതുവായ കാര്യങ്ങളും വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം നല്ല നിയ്യത്തോടു കൂടെ പോയി നല്ലൊരു കാര്യം ചെയ്തതിന് ഇങ്ങനെ വലിയൊരു മല പൊട്ടിയതുപോലെ, എന്തോ സംഭവിച്ചതുപോലെ, ഒരു ഗുരുതരമായ ഒരു ഗുരുത്തക്കേട് പോലെ നിങ്ങൾ അവതരിപ്പിച്ചതിൽ ബഹുമാനപ്പെട്ട ജമാഅത്തെ ഇസ്ലാമി എന്താക്കണം, ഈ പ്രവൃത്തി ഇത് നിങ്ങളെ നാശത്തിലേക്ക് നയിക്കുള്ളൂ. നിങ്ങളെ ഈ ഹുക്കൂമത്തെ ഇലായി എന്ന് പറഞ്ഞ ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങളാകെ തുഴഞ്ഞിപ്പോയി നിഷേധിച്ചു, തന്തനെ നിഷേധിച്ചു. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്താൽ എല്ലാം നിഷേധിക്കേണ്ടി വരും, നിങ്ങളെ തന്നെ നിഷേധിക്കേണ്ടി വരും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട തങ്ങളെ ഇനിയൊന്ന് തെറ്റിക്കാനോ അല്ലെങ്കിൽ ലീഗിൻ്റെ വിരോധിയാക്കി സഖാവാക്കാനോ നിങ്ങളും മെനക്കെടണ്ട. അതൊന്നും നടക്കൂല. ഞങ്ങളുമായിട്ടുള്ള ബന്ധം ഞങ്ങൾ പൊക്കിൾ കൂടി ബന്ധം തന്നെയാണ്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് എപ്പോഴും നിങ്ങൾക്ക് കാണാൻ കഴിയും. കാണുന്നതിനെതിരെ നിങ്ങൾ എന്താക്കുകയാണ്, സംസാരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ തന്നെ നല്ല മനസ്സ് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും.